സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. പ്രത്യേകിച്ച് ഇന്ന് തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഹോസന്ന ഞായറിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അല്പസമയ ധ്യാനത്തിനായി ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 21 6 മുതൽ 9 വരെ. ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു. യേശു കയറിയിരുന്നു. പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുമ്പും പിമ്പും നടന്ന പുരുഷാരം ദാവീദ് പുത്രന് ഹോസന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായിരിക്കുന്നത്. അതിൽ സമയപരിമിതി നിമിത്തം 6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ധ്യാനത്തിന് തിരഞ്ഞെടുത്തത്. ഇവിടെ യേശുവിൻ്റെ നിർദ്ദേശാനുസരണം കർത്താവിൻ്റെ 2 ശിഷ്യന്മാരെ അയക്കുകയാണ്. അവർക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുവാനും അവിടെ കെട്ടിയിരിക്കുന്ന 2 കഴുതകളെ, അതായത് ഒന്ന് ഒരു പെൺകഴുതയും അതിൻ്റെ കുട്ടിയെയും കൊണ്ടുവരുവാൻ യേശു ആജ്ഞാപിക്കുകയാണ്. അതനുസരിച്ച് അവർ പോകുന്നു. യേശു പറഞ്ഞതുപോലെ കഴുതക്കുട്ടികളെ കെട്ടിയിരിക്കുന്നത് കാണുന്നു. അവയെ അഴിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അവിടെ നിന്നവരിൽ ചിലർ എന്തിനാണ് ആ കഴുതകളെ അഴിക്കുന്നതെന്ന് ചോദിക്കുന്നു. അതിന് കർത്താവ് കൊടുത്ത മറുപടി ഈ 2 ശിഷ്യന്മാർ അവർക്ക് നൽകുന്നു. കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയാനാണ് കർത്താവ് പറഞ്ഞിരുന്നത്. അങ്ങനെ അവർ കഴുതക്കുട്ടികളെ കൊണ്ടുപോകുവാൻ സമ്മതിക്കുന്നു. കഴുത കുട്ടികളെ കൊണ്ടുവന്ന് യേശുവിൻ്റെ അടുക്കൽ നിർത്തുന്നു. യേശു കയറിയിരിക്കുന്നു. തുടർന്ന് യെരുശലേമിലേക്കുള്ള ഘോഷയാത്രയാണ് നാം കാണുന്നത്. ആ ഘോഷയാത്രയിൽ ജനങ്ങൾ വഴിയിൽ തങ്ങളുടെ വസ്ത്രം വിരിച്ചു കൊടുക്കുകയാണ്. ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറുകയാണ്. യേശുവിൻ്റെ മുമ്പും പിമ്പും നടന്ന ഒരു വലിയ പുരുഷാരം, ദാവീദ് പുത്രന് ഹോസന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്ന് ആർത്തു ഘോഷിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ഹോസന്ന ഞായറിൻ്റെ സന്ദേശം. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ കർത്താവ് ജെറുസലേമിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അവിടെ അവർ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. യേശുവിനെ ആരാധിക്കുകയാണ്. യഹോവയായ പിതാവായ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു സമൂഹം ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നു. ആ രക്ഷകനെ കണ്ടുകിട്ടിയ ആ സന്തോഷത്തിൽ അവർ ഹോസന്ന എന്ന് ആർത്തുചൊല്ലി
ആ രക്ഷകൻ്റെ മുമ്പിൽ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹോശന്ന എന്ന പദത്തിന് ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക എന്നാണ് അർത്ഥം. അതെ, അവരെ രക്ഷിക്കുവാൻ, അവരെ വീണ്ടെടുക്കുവാൻ വന്ന ലോകരക്ഷകൻ. ആ ലോകരക്ഷകൻ്റെ മുമ്പിൽ ഇതാ ഒരു സമൂഹം ആരാധിക്കുക. അവർക്കൊപ്പം നമുക്കും ഹോശന്ന എന്ന് ചൊല്ലി ദൈവത്തെ ആരാധിക്കാം. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ ഹോശന്ന ഞായറിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. ആമേൻ. മറിയമകൻ യെരൂശലേമിൽ വരുന്നുണ്ടെന്നു അറിഞ്ഞു ബഹുജനമവനെ എതിരേൽപ്പാൻ പുറപ്പെട്ടു പോയി, എതിരേൽപ്പാൻ പുറപ്പെട്ടു പോയി. നന്ദനനു ഹോശന്ന, ഉന്നതങ്ങളിൽ ഹോശന്ന എന്നട്ടഹസിച്ചു ചൊല്ലി, എന്നട്ടഹസിച്ചു ചൊല്ലി.